Hi dears, welcome to Tooth File. JCയുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളെ ചോദിക്കുന്നത് അവർ കേരള ബാങ്ക് എക്സാമാണ്, കേരള ബാങ്കിൻ്റെ ക്ലറിക്കൽ എക്സാമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു റിപ്ലൈ ആണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ JCയുടെ സിലബസിൽ കോർപ്പറേഷൻ എന്ന ഭാഗത്താണ് കോർപ്പറേഷനും ലോയും കൂടെ കൂടിയിട്ടൊരു സിലബസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ സെയിം സിലബസ് തന്നെയാണ് കേരള ബാങ്കിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഫോളോ ചെയ്യുന്നത്. PSC ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് എക്സാമിന് വേണ്ടി കോർപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ എക്സാം 2023 പബ്ലിഷ് ചെയ്തൊരു സിലബസ് ഉണ്ട്. ആ സിലബസാണ് ഫോളോ ചെയ്യുന്നത് എല്ലാവരും പഠിക്കാനായിട്ട്. പുതിയ സിലബസ് എക്സാം ഡേറ്റ് വരുമ്പോഴല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സിലബസിൻ്റെ അകത്ത് നമ്മുടെ JCയുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള സെയിം തന്നെ കാര്യങ്ങളാണ് കോർപ്പറേഷനിൽ ഉള്ളത്. നമ്മുടെ കോർപ്പറേഷനും ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിലബസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ആ സിലബസ് ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1 ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. മൊഡ്യൂൾ 2 അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റീവ്സ്, അത് ലോയിൽ നിന്നുള്ള പാർട്ടാണ് പഠിക്കേണ്ടത്. മൊഡ്യൂൾ 3 കോർപ്പറേറ്റീവ് ഓഡിറ്റ്, അതിന് ലോയാണ്. മൊഡ്യൂൾ 4 ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് ഇൻ കോർപ്പറേറ്റീവ് സൊസൈറ്റി, ലോയാണ്. മൊഡ്യൂൾ 5 വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്. മൊഡ്യൂൾ 6 ടൈപ്സ് ഓഫ് കോർപ്പറേറ്റീവ്സ് ഇൻ കേരള, നമ്മൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ്. മൊഡ്യൂൾ 7 കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതും കോർപ്പറേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. മൊഡ്യൂൾ 8 കോർപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള, അത് നമ്മൾ കോർപ്പറേറ്റീവ് ലോയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. മൊഡ്യൂൾ 9 കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദെൻ മൊഡ്യൂൾ 10 ഹിസ്റ്ററി ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇത്രയാണ് നമ്മുടെ ക്ലറിക്കൽ എക്സാമിന് PSC കൊടുത്തിരിക്കുന്ന ഒരു സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിൻ്റെ അകത്ത് നമുക്ക് JCയുടെ സിലബസ് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ബാങ്കിങ് എന്ന ടോപ്പിക്കാണ് ഈ സിലബസിൽ ഇല്ലാത്തത്. അവിടെ ബാങ്കിങ് ആണ് ഇമ്പോർട്ടൻ്റ് കൂടുതൽ. ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ബാങ്കിങ് എന്നതിൽ ഒരു 10 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. പക്ഷേ അത് കോർപ്പറേറ്റീവ് കേരള ബാങ്ക് ലോവർ ഡിവിഷൻ ക്ലർക്കിൽ ഒരു ഫോളോ ചെയ്യുന്ന സിലബസിൽ ബാങ്കിങ് അത്ര ഇല്ല. ദെൻ IT ഉണ്ട്, അത് JCയിലും ഉണ്ട് IT. ദെൻ IT കഴിഞ്ഞിട്ട് പിന്നെ GK ഉണ്ട് പഠിക്കാനായിട്ട്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ്. ഇത്രയാണ് നമ്മൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന രീതിയിൽ PSC പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഓൾഡ് സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ്. അപ്പോൾ കോർപ്പറേഷൻ ആൻഡ് ലോ, കോർപ്പറേഷൻ ലോയും ഉണ്ട്. ദെൻ GK, ഇംഗ്ലീഷ്, IT ആൻഡ് സൈബർ ലോ. ഇതാണ് ജൂനിയർ ക്ലർക്ക് എക്സാം കേരള ബാങ്ക് ഫോളോ ചെയ്യാനുള്ള സിലബസ് എന്ന് പറയുന്നത്. ദെൻ JCA ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് കോർപ്പറേഷൻ ആൻഡ് ലോ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, IT ആൻഡ് സൈബർ ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാങ്കിങ് ആണ് പെൻഡിങ്. JCE ഫോളോ ചെയ്യുന്നവർക്ക് ബാങ്കിങ് സിലബസ് കുറച്ചധികം പഠിക്കാനുണ്ട്. കേരള ബാങ്കിൽ ബാങ്കിങ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കേരള ബാങ്കും JCEയും കൂടെ ഒറ്റ എക്സാം ആണെന്നൂടെ പറയുന്നുണ്ട് ചിലർ. അങ്ങനെയാണെങ്കിലോ നമ്മൾ ഈ 2 സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ JCEക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, കേരള ബാങ്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം ബാങ്കിങ്ങിലേക്ക് പോവുക. അപ്പോഴത്തേക്കും JCEയുടെ ഡേറ്റ്, എക്സാം ഡേറ്റ് ഒരു 3 മാസത്തിനുള്ള എക്സാം ഡേറ്റും വരും. നമുക്ക് സിലബസും അറിയാൻ പറ്റും. കേരള ബാങ്കിൻ്റെ എക്സാം ഒന്നിച്ചാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എക്സാം ഡേറ്റ് വന്ന് കറക്റ്റ് സിലബസ് വന്ന് കറക്റ്റായിട്ട് അറിയുന്നതിന് മുമ്പ് വരെ ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ JCയുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഡെയിലി ബാങ്കിങ് പഠിക്കാൻ പറയുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ബാങ്കിങ് പഠിക്കാൻ പറയുന്നുണ്ട്. ആ ബാങ്കിങ് പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അത്രയും ബാങ്കിങ്ങിന് ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾ ആ ദിവസങ്ങളിൽ ഇംഗ്ലീഷ് GK ഫോക്കസ് ചെയ്യുക.
അതപ്പോൾ ഞാൻ സിലബസ് ഇടുമ്പോൾ കേരള ബാങ്ക് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് പറയാം. നിങ്ങൾ ഈ ദിവസം ബാങ്കിങ്ങിൻ്റെ ഈ കണ്ടൻറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ GKയ്ക്കും ഇംഗ്ലീഷിനും ടൈം കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ മൺഡേയും വെനസ്ഡേയുമാണ് നമ്മൾ ബാങ്കിങ് പറയുന്നത്. ആ മൺഡേയും വെനസ്ഡേയും നിങ്ങൾ കേരള ബാങ്ക് എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്, JCE എക്സാം നോക്കുന്നേ ഇല്ല എങ്കിൽ നിങ്ങൾ മൺഡേ ഇംഗ്ലീഷും വെനസ്ഡേ GKയും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ തന്നെ ഫോളോ ചെയ്ത് ഈ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അതിനനുസരിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. താങ്ക് യു.